അൻവർ UDF കൈ കൊടുത്തപ്പോൾ UDF സന്തോഷിച്ചു. പക്ഷെ അത് അവർക്ക് തന്നെ പാരയായി വന്നു. മൂലക്കിരുന്ന കോടാലിയെടുത്ത് കാലിലിടുക എന്നൊരു പ്രയോഗമുണ്ട്. അതാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് VD സതീശനെ എറണാകുളത്ത് കാണുമ്പോൾ അദ്ദേഹം വളരെ വളരെ വിസിബിളി അജിറ്റേറ്റഡ് ആണ്, ഷെയ്ക്കൺ ആണ്. അദ്ദേഹം ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്താണ് ഇമാതിരി ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ പത്രക്കാരോട് ചോദിക്കുന്നു. സ്ഥാനാർത്ഥിയെ പറഞ്ഞ സമയത്തിനകം പ്രഖ്യാപിക്കുന്ന, അതുപോലെ നിലമ്പൂർ പോലെ അവർക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിലെ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം എറണാകുളത്ത് പ്രതികരണം നടത്തുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അൻവർ UDF കോൺഗ്രസിനും തലവേദന ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണോ? അൻവർ ഒരു കാലത്ത് കോൺഗ്രസിന് തലവേദനയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് LDF ഭാഗമായിട്ട് മാറിയപ്പോൾ അതിന് അതിഭീകരമായ തലവേദനയായിട്ട് മാറി. വീണ്ടും പിണറായിക്കെതിരെ ശക്തമായി തിരിഞ്ഞ സമയത്ത് അവിടെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയത് അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന, അൻവറിൻ്റെ നിലപാടുകൾ അറിയാവുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സറണ്ടർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയത്. സത്യത്തിൽ ഇന്നത്തെ ദിവസം കോൺഗ്രസ്സുകാരെ, കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെയും അഭിനന്ദിക്കേണ്ട ദിവസമാണ്. കാരണം അൻവറിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ഒരിക്കലും ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം അൻവറിനെ പിണറായിയെ തകർക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ CPM തകർക്കുക എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ കുറച്ചു കാലമായിട്ടുള്ള അജണ്ട. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ തകർക്കണമെങ്കിൽ എൻ്റെ പിന്തുണ വേണ്ടി വരും എന്നുള്ള ഒരു ഹുങ്ക് കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അത് VS ജോയ് ആയിരിക്കണം, കൃത്യമായൊരു പേര് പറയുകയാണ്. അത് കുറേ കൂടി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം മനസ്സിലാക്കാം. പക്ഷെ അതല്ല, VS ജോയ് ആയിരിക്കണം. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അന്ന് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഷൗക്കത്തിൻ്റെ നിലപാട്, ഷൗക്കത്താണെങ്കിൽ എന്താണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സിനിമാക്കാരനല്ലേ, അദ്ദേഹത്തിന് ആ പണിയുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ പൂർണ്ണമായിട്ടും പരിഹസിച്ച് മാറ്റി. അത് ഷൗക്കത്തായാലും VS ജോയ് ആയാലും അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് പകരം അവിടെ അൻവർ തീരുമാനിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ കോൺഗ്രസിൻ്റെ KPCCയോ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയോ DCCയോ ആരെങ്കിലും ഒരു കൃത്യമായിട്ട് ഒരു തീരുമാനം പറയുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായമെങ്കിലും പറയുന്നതിനപ്പുറത്ത് അൻവർ തീരുമാനിക്കുകയാണ് VS ജോയ് ആവണം എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇങ്ങനെ കടുപ്പിക്കുകയാണ്, ഓരോ നിലപാടും കടുപ്പിക്കുന്ന രൂപത്തിൽ വരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആര് സ്ഥാനാർത്ഥിയായാലാണ് പിന്തുണയ്ക്കുക എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഏത് ചെകുത്താനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ക്രിമികടി. ഏത് ചെകുത്താന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഷൗക്കത്താവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രശ്നം വന്നുകൊണ്ടാണ് ആ ഒരു മറുപടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം ഒരു കടുപ്പ് എന്തായിരിക്കും PV അൻവറിന്റെ പ്രശ്നം? 3.5 പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ഫാമിലി പോക്കറ്റ് ബൊറോ ആയിരുന്നു നിലമ്പൂർ. അത് പിടിച്ചെടുത്ത ആളാണ് PV അൻവർ. പിടിച്ചെടുത്ത നിലമ്പൂർ വീണ്ടും ആര്യാടന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുവെക്കുകയാണോ എന്ന ഒരു വ്യഥ അദ്ദേഹത്തെ പിടികൂടിയിരിക്കാം. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ MLA ആയിരുന്ന മണ്ഡലമാണ്. ഇനി മുതൽ അങ്ങോട്ട് ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ജയിക്കാൻ പോവാണല്ലോ, ഞാൻ അനാഥനാവുമോ എന്ന പ്രശ്നമായിരിക്കുമോ? ഇതൊന്നും അല്ലാതെ എനിക്ക് കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള അക്കോമഡേഷൻ UDF വേണം, വേറൊരു സീറ്റും വേണം, അതിനുവേണ്ടി ഒന്ന് പിടിച്ചു നോക്കാം, ഒന്ന് സമ്മർദ്ദം ചെലുത്തി നോക്കാം, അതായിരിക്കുമോ? ഇതിൽ ഏതാണ് അദ്ദേഹത്തെ നയിക്കുന്ന വികാരം? രണ്ട് കാര്യമുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത്, ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അൻവറിനെ പോലുള്ള ആളുകൾ, അൻവർ മാത്രമല്ല കുറേ ആളുകളുണ്ട്, കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവർ ശക്തമായിട്ട് ആര്യാടൻ വിരുദ്ധമായ നിലപാടെടുക്കുകയും അങ്ങനെ അൻവർ പുറത്തു വരികയും ചെയ്യുമ്പോഴാണല്ലോ അതൊരു തരമായിട്ട് മാറ്റി, തന്ത്രമായിട്ട് മാറ്റിയിട്ട് CPM ഇപ്പുറത്തേക്ക് അൻവറിനെ ഒപ്പം കൂട്ടുന്നത്. സത്യത്തിൽ അന്ന് CPM ചെയ്തൊരു അബദ്ധമായിരുന്നത്. കാരണം 2011 ആര്യാടൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് 5594 വോട്ടോ മറ്റോ ആണ്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് തോമസ് മാത്യു ആണ്, അത് സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യു ആണ് അന്ന് അവിടെ അത്രയും ഭൂരിപക്ഷം കുറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ അവിടെ LDF അനുകൂലമായിട്ട് ഘടകം മാറി വന്നിരുന്നു. നേരത്തെ കുഞ്ഞാലിയൊക്കെ ഉണ്ടാക്കി തീർത്ത ഒരു LDF അടിത്തറ അത് വീണ്ടും ശക്തിപ്പെടുത്താൻ പറ്റുമായിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ചാടി വന്നിട്ടുള്ള അൻവറിനെ ഇപ്പുറത്തേക്ക് കൂട്ടിയിട്ട് അതൊരു തരമാക്കി മാറ്റി മാറുന്നത്. അപ്പോൾ അന്ന് തോൽപ്പിച്ചുള്ള ആര്യാടൻ ഷൗക്കത്തിനെയാണ്.
ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരിൽ അവിടെ കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ഗ്രൂപ്പുണ്ട്. ലീഗിൽ തന്നെ ഈ ആര്യാടൻ മുഹമ്മദിനോടുള്ള കടുത്ത വിരോധമുള്ള ആളുകൾ അവിടെയുണ്ട്. ആ വിരോധം ഷൗക്കത്തിനോടും ലീഗിനപ്പുറത്തേക്ക് മുസ്ലിം സാമുദായിക സംഘടനകളിൽ ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധമുള്ള ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക നിലപാടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ തരപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ അൻവർ നേട്ടമുണ്ടാക്കി. പക്ഷേ അൻവറിന് പിന്നീട് 21-ലെത്തുമ്പോഴേക്ക് പ്രകാശിനോട് എത്ര വോട്ടിന് 2200 ജില്ലാ വോട്ടിനല്ലേ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയത്. അതുപോലെ അവിടെ പ്രശ്നങ്ങളുണ്ടായത് അവിടെ പ്രകാശ് ജയിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ അൻവറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് 2 താങ്കൾ ചോദിച്ചില്ലേ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായുള്ള ജീവിതം അവസാനിക്കുന്നൊരു ഘട്ടമായി മാറും. ഇപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്താണ് വരുന്നതെങ്കിൽ അൻവർ നിലമ്പൂരിൽ അപ്രസക്തനായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആര്യാടൻ മുഹമ്മദിനെ പോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും സിനിമാ മേഖലയിലൊക്കെ ആണെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ ഈ അൻവറിനെ ആര്യാടൻ ഷൗക്കത്തിനെ അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, തൻ്റെ പാർട്ടിയെ UDF എടുക്കണം. അതും പരിഗണിച്ചില്ല, UDFൻ്റെ ഭാഗമാക്കിയില്ല. RMPയെ പോലെ UDFൻ്റെ ഘടകകക്ഷി അല്ലാതെ ഒരു സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് ഒപ്പം നിർത്തുന്ന ഒരു പരിപാടി അതുപോലും ചെയ്തില്ല. ഇപ്പോൾ ഇനി നോക്കാം എന്ന് പോലും പറഞ്ഞെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ 2 പരാജയം അവിടെ അൻവറിനുണ്ടായിട്ട് അതിൻ്റെ ഒരു വലിയ പ്രതിഷേധം അൻവറിൻ്റെ ഈ നിലപാടിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, അൻവർ എപ്പോഴും ഏത് ഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് അത്ഭുതമില്ല അൻവർ നാളെ ഇപ്പോൾ CPM-ലേക്ക് ചാടിയാലോ അല്ലെങ്കിൽ BJP-യിലേക്ക് ചാടിയാലോ ഒന്ന് അത്ഭുതപ്പെടാനോ. കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇല്ലാത്തൊരാളാണ്. അദ്ദേഹം അപ്പുറം ഇപ്പുറമൊക്കെ പറയുന്നത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് പൂരം കലക്കിയത് VD സതീശനാണെന്ന് പറഞ്ഞ ആളാണ് അൻവർ. അപ്പം തിരിച്ച് പറയാനും മറിച്ച് പറയാനും പ്രയാസമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ LDF ഇദ്ദേഹത്തെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ BJP സഹായിക്കും എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യം. പിണറായിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച അൻവർ ഇനി പിണറായിക്ക് അനുകൂലമായ സമീപനം എടുക്കുമോ? പിന്നെ അദ്ദേഹം ഇതുവരെ BJP-യിൽ പോയിട്ടില്ല, BJP-ക്ക് സ്ഥാനാർത്ഥിയെ ആയിട്ടുമില്ല. ഇനി പുതിയൊരു രാഷ്ട്രീയ ഫോർമുലേഷൻ വരുമോ? ജൂനിയർ മാൻഡ്രേക്കിനെ സന്തോഷത്തോടു കൂടി ആരേറ്റെടുക്കും തുടങ്ങിയ കൗതുകകരമായ ചോദ്യങ്ങൾക്ക് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ